അന്യഗ്രഹ ജീവികളും മനുഷ്യരും ഒരുമിച്ച് വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സീക്രട്ട് ലബോറട്ടറി നമ്മുടെ ഒരു ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അതെ, സംഭവം സത്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ലാബ്, ഒരു സീക്രട്ട് ലാബ് മെക്സിക്കോയിലെ ഡൾസിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തെല്ലാം പരീക്ഷണങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ തന്നെയും സത്യമായിരിക്കുമോ? അവിടെ ഏലിയനുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എ ഫോൾ ഓഫ് ലുഹി. കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് അമേരിക്കയും ഏലിയൻസും തമ്മിൽ വലിയ തരത്തിൽ തന്നെയുള്ള ബന്ധമുണ്ട്. ഓൾറെഡി അവർ നല്ലൊരു ബന്ധം ഏലിയനുകളുമായിട്ട്, അന്യഗ്രഹ ജീവികളുമായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഏലിയൻ മൃതദേഹങ്ങളിലും അമേരിക്ക നിരന്തരമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യം. അതിനൊക്കെ തന്നെയും എല്ലാവരും ഒരുപോലെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ മിലിറ്ററി ബേസിലേക്കാണ്. ഇവിടെ വെച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏലിയനുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളാണ് നിരന്തരമായിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ഒരാളെപ്പോലും ഈ ഒരു ഏരിയ 51ൻ്റെ ഭാഗത്തേക്ക് അമേരിക്ക അടുപ്പിക്കാത്തത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പേ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അഫ്ലു ഏരിയ 51 എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡൾസിലുള്ള ഏലിയൻ ബേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നേരെ വിചിത്രമാണ്, തീർത്തും വ്യത്യസ്തമാണ്. മനുഷ്യർ ഏലിയനുകളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് പകരമായിട്ട് ഏലിയനുകൾ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു ലാബ് സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ തന്നെ അമേരിക്കക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും ഏലിയൻസും ചേർന്നിട്ടാണ് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതെങ്കിലോ, ഇത്തരത്തിൽ തന്നെയാണ് ഡൾസിലെ ഏലിയൻ ബേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തന്നെ പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ ചെറിയൊരു നഗരമാണ് ഡൾസ് എന്ന് പറയുന്നത്. അവിടെയുള്ള അർച്ചുലറ്റ മെസ എന്ന് പറയുന്ന മലനിരകളുടെ ഭാഗത്തായിട്ടാണ് ഇത്തരമൊരു സീക്രട്ട് ബേസ് ഉള്ളത് എന്നാണ് വലിയ തോതിൽ അനേകം ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മലനിരകൾക്ക് മുകളിലൂടെയായിട്ട് വലിയ വേഗതയിൽ നമ്മളൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള വിചിത്ര രൂപത്തിലുള്ള വാഹനങ്ങൾ പറന്ന് നീങ്ങുന്നത് ഒരുപാടധികം ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു സീക്രട്ട് ബേസിലേക്ക് ഞങ്ങളെയും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന അഭിപ്രായവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനുമപ്പുറത്തേക്ക് അമേരിക്കയും ഏലിയനുകളും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു ലാബിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ലാബിൻ്റെ ചിത്രങ്ങൾ ആ ആളുകൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡൾസിലെ ഏലിയൻ ബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1983 ആദ്യമായിട്ട് ഡൾസിൽ ഇങ്ങനെ ഒരു സീക്രട്ട് ബേസ് ഉണ്ട് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറം ലോകം അറിയാൻ ആരംഭിക്കുന്നത്, ആളുകളെല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മൾ നോക്കുമ്പോൾ അതിന് പുറകിലും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്. 1979 ഡൾസിലെ ഈ ഒരു അർച്ചുലറ്റ മെസ മലനിരകളുടെ താഴ്ഭാഗത്തായിട്ട് താമസിക്കുന്ന പോൾ ബെൻവിച്ച് എന്ന പേരുള്ള ബിസിനസ്മാൻ ആയിട്ടുള്ള വ്യക്തി ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മലനിരകളുടെ മുകൾ ഭാഗത്തായിട്ട് കാണുകയാണ്. മാത്രവുമല്ല, കാലങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും ഈ ഒരു ഏലിയനുകളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്, അതിനെ താറുമാറാക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇയാൾ കണ്ടെത്തുകയാണ്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ 1980 ഇത്തരത്തിലുള്ളൊരു സീക്രട്ട് ഏലിയൻ ബേസ് തന്നെ ഡൾസിലുണ്ട് എന്ന കാര്യം കണ്ടെത്തിയെന്ന് അയാൾ വിശ്വസിക്കാൻ ആരംഭിക്കുകയാണ്. അതിനെല്ലാം ശേഷമാണ് പിന്നീട് 1983 അദ്ദേഹത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഡൾസിലുള്ള ഏലിയൻ ബേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അറിയാൻ ആരംഭിക്കുന്നത്. അവരെല്ലാവരും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കാര്യം ഡൾസിലുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്നിട്ട് പിന്നീട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കേസുകളും മറ്റൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ഞങ്ങളെ ഏലിയനുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവരുടെ ഈ സീക്രട്ട് ബേസിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ജെറി ജൂലിയൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടേതാണ്. 1986 ഇത്തരം ഒരു കാര്യം സംഭവിക്കുന്നത്. ജെറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം പോലീസുകാരോട് പറയുകയാണ്, എന്നെ വിചിത്ര ജീവികൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന്. ആദ്യം തന്നെ പോലീസുകാർ വിചാരിച്ചത് ചുമ്മാ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്ന നിലയിലായിരുന്നു. പക്ഷേ കൃത്യമായ നിലയിൽ തന്നെ ജെറി അവർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസുകാർക്ക് വിശദീകരിച്ച് നൽകുകയുണ്ടായി. ഈ ഒരു അർച്ചുലറ്റ മെസ മലനിരകളുടെ താഴ്ഭാഗത്തായിട്ട്, അതിൻ്റെ താഴ്വാരത്തായിട്ട് ഒരു ദിവസം രാത്രിയിൽ വാന നിരീക്ഷണത്തിന് വേണ്ടി പോയതായിരുന്നു ജെറിയും ഭർത്താവും. അങ്ങനെ ഇരിക്കെയാണ് ആകാശത്തിൽ തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു പറക്കും തളിക അവർക്ക് കാണാൻ സാധിക്കുന്നത്.
അത് പതിയെ ഇവർ രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. അതിനകത്ത് നിന്നും വിരൂപികളായിട്ടുള്ള വിചിത്ര രൂപത്തിലുള്ള രണ്ടാളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഈ ഒരു വിചിത്ര ജീവികളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ ആ വിചിത്ര ജീവികൾ പതിയെ പതിയെ ജെറിയും ഭർത്താവും ഇരുന്നിരുന്ന ആ ഒരു വാഹനത്തിനടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരവരുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ മുറിയിൽ വലിയ പ്രകാശമുണ്ട് എന്നൊരു തോന്നലിനെ തുടർന്നിട്ടാണ് ജെറി ഞെട്ടി എഴുന്നേൽക്കുന്നത്. എന്നാൽ ആ ഒരു അവസരത്തിൽ ജെറിക്ക് തൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കാണാൻ സാധിച്ചത് മുൻപേ കണ്ടിട്ടുണ്ടായിരുന്ന ആ രണ്ട് വിചിത്ര രൂപികളെയായിരുന്നു. അവർ രണ്ടുപേരും ജെറിയെ ബലമായി പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ ജെറി പൂർണ്ണമായിട്ടും മരവിച്ചൊരവസ്ഥയിലായിരുന്നു. അവർ നേരെ എത്തിച്ചേരുന്നത് ഈ ഒരു അർച്ചുലറ്റ മെസ മലനിരകളുടെ സമീപത്തായിട്ടായിരുന്നു. അവിടെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള പുതിയൊരു വാതിൽ ആ ഒരു അവസരത്തിൽ ജെറിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൂടെയാണ് ഈ ഒരു സീക്രട്ട് ബേസിനകത്തേക്ക് ജെറിയെ ബലമായിട്ട് ഈ വിചിത്ര ജീവികൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജെറിക്ക് ആ പോലീസുകാരോട് വിശദീകരിക്കാനുണ്ടായിരുന്നത്. ആദ്യം തന്നെ പോലീസുകാർ പറഞ്ഞത് ഒരു പക്ഷേ ഇത് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കാം എന്ന നിലയിലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസുകാർ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള തെളിവുകളും പോലീസുകാർക്ക് ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല പിന്നീട് 1990 ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ മറ്റൊരു വിചിത്രവാദവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തോമസ് കാസ്റ്റലോ എന്ന പേരുള്ള ഈ ഒരു വ്യക്തിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്തരമൊരു സീക്രട്ട് ബേസ് ഈ ഒരു ഡെൽസിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ഏലിയനുകളുടെ കൂട്ടത്തിലുള്ള സയൻറ്റിസ്റ്റുകളും സംയുക്തമായിട്ടാണ് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ പോലും അവർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. വ്യത്യസ്ത ജനറ്റിക് എക്സ്പെരിമെൻറ്റ്സും മറ്റുമൊക്കെ ഇവിടെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 1970 ഞാൻ ഈ ഒരു ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അയാൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ ലാബിൻ്റെത് എന്ന പേരിൽ അദ്ദേഹം പുറത്ത് വിട്ടത് എന്ന പേരിൽ ചില ചിത്രങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്യഗ്രഹ ജീവികളുടേതുപോലെ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും തീർത്തും വ്യത്യസ്തരായിട്ടുള്ള വിചിത്രരായിട്ടുള്ള ജീവികളെ എന്തൊക്കെയോ വസ്തുക്കളിൽ കെട്ടിവെച്ചിട്ടുള്ള നിലയിലൊക്കെയാണ് ഒരു തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു ലാബിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്കതിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സത്യത്തിൽ ഡെൽസിൻ്റെ മണ്ണിനടിയിലായിട്ട് ഇത്തരമൊരു സീക്രട്ട് ബേസ് ഉണ്ടായിരിക്കുമോ? ഇനി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്ക് വാസ്തവത്തിലേക്ക് തിരിച്ചു വരാം. ഇത് ആക്ച്വലി ഒരു കോൺസ്പിറസി തിയറിയാണ്. വലിയ തോതിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. ഇത്തരമൊരു കാര്യം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും നമുക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു തോമസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫോട്ടോയിലുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ ജെറി പറഞ്ഞിട്ടുള്ള ആ തട്ടിക്കൊണ്ടുപോകൽ കഥയോ അതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തോമസ് കാസ്റ്റിലോ കാണിച്ചിട്ടുള്ള ആ ഒരു ചിത്രം അല്ലെങ്കിൽ അയാൾ കാണിച്ചതാണ് എന്ന പേരിൽ പ്രചരിച്ചിട്ടുള്ള ആ ഒരു ചിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2000 പുറത്തിറങ്ങിയിട്ടുള്ള അർണോൾഡൊക്കെ അഭിനയിച്ചിട്ടുള്ള ദ സിക്സ്ത് ഡേ എന്ന് പറയുന്ന മൂവിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അത് എന്ന് പിന്നീട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറി പറഞ്ഞ കാര്യങ്ങളോ അതും യഥാർത്ഥമാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണ് എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇന്നേ വരെ നമുക്ക് ലഭിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനൊരു ഏലിയൻ ബേസ് ഉണ്ടാകുമോ? അവിടെ ഏലിയനുകളും മനുഷ്യരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കുമോ പ്രവർത്തിക്കുക? ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരം ഒരു വലിയൊരു കൺഫ്യൂസിങ് സ്റ്റേജിലേക്കാണ് പലപ്പോഴും ഈ ഒരു കോൺസ്പിറസി തിയറികൾ എപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെയും അത്തരം ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ വീഡിയോസ് അതിൻ്റെ പിയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാം കൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനൊരു ബേസ് ഉണ്ടാകുമോ? അമേരിക്കയും ഏലിയനുകളും തമ്മിൽ കാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ടോ? അമേരിക്ക ഈ ഏലിയനുകൾ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താങ്കൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.